അടുത്തത് നമ്മുടെ അടുക്കള യുദ്ധമാണ് കേട്ടോ. അപ്പോൾ രാവിലത്തേക്ക് വേണ്ട പുട്ടും കടലയുമാണ്. പിന്നെ അതെ കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട്. അത് ഇന്നലെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ അങ്ങനെ ചീര റെഡിയാക്കാൻ കുറച്ചധികം സമയം വേണേ. ഇല വെട്ടിയൊക്കെ എടുക്കണ്ടേ, നിങ്ങൾ കത്രി വെച്ച് വെട്ടിയെടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നാടൻ ചീര ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഞാൻ ഇറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചീര നമ്മൾ ഇതാണ് പയറിട്ട വെക്കണമായിട്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചെറുപയറിട്ട് വെക്കണതാണ്. വൻപയർ ആ പരിപ്പ് ഒന്നും ഇഷ്ടമല്ല, ഇതാണ് ഇഷ്ടം. പിന്നെ ഇതിന് നമുക്ക് എല്ലാത്തിനും കൂടി വേണ്ട സാധനമാണ് നാളികേരം. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, നാഴിയിടങ്ങഴി മണ്ണുണ്ട്. പക്ഷേ നാഴിയിടങ്ങഴി മണ്ണുണ്ട്, നാളികേരം പൈസ കൊടുത്ത് തന്നെ വാങ്ങണം, ഒരു രക്ഷയുമില്ല. ഇന്ന് ഉച്ചക്കത്തേക്ക് എളുപ്പ പണിയൊക്കെയാണ് കേട്ടോ. തൈരാണ്, തൈര് കടുക് പൊട്ടിച്ചെടുക്കണം. പിന്നെ ഇന്നലത്തെ കുറച്ച് മത്തി ബാക്കി ഞാൻ മുളക് തേച്ച് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് വാഴയില വെച്ച് എന്തിനാണെന്ന് വെച്ചാൽ പാത്രത്തിൽ അത് മഞ്ഞളിൻ്റെയൊക്കെ കളർ പിടിച്ചതിൻ്റെ പാത്രം കേടാകാതിരിക്കാനാണ് കേട്ടോ. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിക്കാവേ. അപ്പോൾ പുട്ടുകളെല്ലാം റെഡിയായി കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ വേണ്ട നമ്മുടെ ചീരയും പയറും തോരൻ റെഡിയായിട്ടുണ്ട് കേട്ടോ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കണതൊന്നും കാണിച്ചില്ല. എപ്പോഴും നിങ്ങൾ കാണാറുള്ളതല്ലേ, പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. അതാണ് നമുക്ക് തോരൻ. അതുകൊണ്ട് നമ്മുടെ തൈര് റെഡിയായിട്ടുണ്ട് കേട്ടോ. വെള്ള തൈരാണ്. ഇതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ഇടില്ല. ഇവിടെ ഇങ്ങനെ ഇഷ്ടമാണ് ഞങ്ങൾ. എളുപ്പ പണിക്കട്ടെ. നമുക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചാറൊക്കെ ആക്കി വെക്കും ഞാൻ. ഇങ്ങനെ പുറത്തെ ഭക്ഷണം കഴിക്കണേലും ഇഷ്ടം വീട്ടിലെ ഭക്ഷണം തന്നെയാണ്. അതുകൊണ്ട് മത്തി പിടിക്കാനായിട്ടില്ല കേട്ടോ. വെള്ളത്തുണ്ടെന്ന് തോന്നണം. ചോറ് വെള്ളത്തിന് അതെ. നമ്മുടെ മത്തി നല്ല മുരുമുരാന്ന് മുരിഞ്ഞിട്ടുണ്ട്. എന്നാൽ കുറച്ച് കൂടിപ്പോയി, സാരമില്ല. നിങ്ങൾ ചരിച്ച് വെച്ചിട്ട് എടുക്കാൻ നോക്കും. ഇന്നത്തെ പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടോ.